നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂർ. പീഡന കേസ് പിൻവലിക്കാൻ വിസമ്മതിച്ചു മുൻകാമുകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് അയാൾ. ആ കേസ് പിൻവലിക്കാൻ തയ്യാറാകാത്ത ആ പെൺകുട്ടിയെ നിഷ്കരുണം കൊന്നത് കഴുത്തറുത്താണ്, എന്നിട്ട് കനാലിൽ തള്ളി. ഈ വാർത്തയുടെ വിശദാംശത്തിലേക്കാണ് ആദ്യം കിടക്കുന്നത്. സ്വാഗതം. പീഡന കേസ് പിൻവലിക്കാൻ വിസമ്മതിച്ച യുവതിയെ കഴുത്തറുത്തു കൊന്നു. പെൺകുട്ടിയുടെ മൃതദേഹം കനാലിൽ തള്ളി. മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ലയിലെ വരാസേവനി പോലീസ് സ്റ്റേഷൻ പരിധി അവിടെ നടക്കുന്ന സംഭവമാണ്. ഈ വരാസേവനിയിലെ ഡോങ്കർഗാവ് എന്ന ഗ്രാമം. സന്തോഷ് താക്കറെ എന്ന 25-കാരനാണ് ആ കൊടും ക്രൂരത ചെയ്തത്. കൊല്ലപ്പെട്ടത് ഒരു 23-കാരിയാണ്. ബലാത്സംഗത്തിനിരയായ യുവതിയെ തൊണ്ട അറുത്ത് കൊലപ്പെടുത്തി കളഞ്ഞു. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് അവിടെ കനാലിൽ നിന്നും ഈ മൃതദേഹം കണ്ടെത്തുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ചയും. ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ അയാൾ പലതവണ മുറിവുകൾ വരുത്തി. മാത്രമല്ല, മരണം ഉറപ്പായി എന്ന് അയാൾക്ക് തോന്നും വരെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം വിടാൻ സമ്മതിക്കാതിരുന്നു. പിടഞ്ഞു മരിക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി നിന്നു അയാൾ. ഈ കൊലപാതകത്തിന് ശേഷം ഈ മൃതദേഹം കനാലിൽ തള്ളിയാണ് ആ പ്രതി കടന്നു കളഞ്ഞത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കാട്ടി ആ പെൺകുട്ടി കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ പ്രതിക്കെതിരെ ഒരു പരാതി നൽകിയിരുന്നു പോലീസിൽ. ഇതിൻ്റെ പരാതിക്ക് ഒരു പശ്ചാത്തലമുണ്ട്. 4 വർഷമായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ജൂലൈ 31-ന് ആ പ്രതി ഈ യുവതിയെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ഗ്രാമത്തിൽ നിന്ന് ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എങ്ങനെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് കേസ് പിൻവലിപ്പിക്കുക, അതായിരുന്നു ലക്ഷ്യം. ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ യുവതി വിസമ്മതിച്ചു തുടർച്ചയായി. അങ്ങനെ തർക്കമുണ്ടായി. ഇതിനിടയിൽ ആ തർക്കത്തിനൊടുവിലാണ് യുവതിയെ അയാൾ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. हमारे थाना क्षेत्र एक गांव है सरंडी, वहाँ के युवक से प्रेम प्रसंग था, परंतु किन्हीं कारणवश इनकी शादी नहीं हो पाई थी। तो इस महिला ने जो है इस जो आरोपी जिसमें अभी संतोष ठाकरे निकल के आया, इसके विरुद्ध एक जो है शादी का झांसा देकर दुष्कर्म करने का अपराध पंजीबद्ध कराया था। और इसमें ही जो है वो युवक जो है युवती से राजीनामा करने का दबाव डाल रहा था, लेकिन जो महिला है उससे राजीनामा नहीं कर रही थी। इसी कारण जो है उसकी हत्या की. കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ ആ പ്രതി ഒളിവിലാണ്. അതായത് മെയ് മാസത്തിലാണ് ആ കേസ് പരാതിയായി നൽകുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യവും ഇയാൾ നേടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇയാൾ തിരികെ എത്തുന്നത്. യുവതിയുമായി അയാൾ പക്ഷേ ബന്ധം തുടരാൻ ശ്രമിച്ചു. ഈ കേസ് പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുക, അതായിരുന്നു ഓരോ കൂടിക്കാഴ്ചയിലും അയാളുടെ ലക്ഷ്യം. ഈ സന്തോഷ് എന്ന ഈ പ്രതി ജോലി നോക്കിയിരുന്ന പെട്രോൾ പമ്പ്, ആ പമ്പിൻ്റെ ഉടമ അയാളുടെ കാറിലാണ്, ഒരു സ്വിഫ്റ്റ് ഡിസയറാണ്. ആ കാറിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ഇയാളെത്തിയത്. അങ്ങനെ ജൂലൈ 31-ന് ഈ യുവതിയെയും കൂട്ടി സന്തോഷ് നാഗ്പൂർ, ഇറ്റാസി, ചിന്ദ്വാഡ എന്നിവിടങ്ങളിലേക്ക് പോവുകയാണ്. യുവതിയെ കൊണ്ട് ഏതാണ്ട് 3 ദിവസങ്ങളോളം പല സ്ഥലങ്ങളിലായി അയാൾ കറങ്ങി നടന്നു. ആ സമയമൊക്കെ കേസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ഇയാൾ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ പലപ്പോഴും തർക്കവുമുണ്ടായി. ആ പെൺകുട്ടിക്ക് ഒരേ ഒരു കണ്ടീഷനാണ് ഉണ്ടായിരുന്നത്. അയാൾ വിവാഹിതനാണ്. അയാളുടെ ഭാര്യയെ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ താൻ കേസ് ഒഴിവാക്കാം, ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന്. പക്ഷെ അതിന് അയാൾ തയ്യാറായിരുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു ആ പീഡനം. ഒത്തുതീർപ്പിലെത്താൻ കഴിയാതെ വന്നപ്പോൾ അയാൾ അങ്ങനെ കൊല്ലാൻ ആസൂത്രണം ചെയ്തു. അങ്ങനെ ഓഗസ്റ്റ് 4-ാം തീയതി രാത്രിയാണ് ഈ പ്രതി യുവതിയെയും കൊണ്ട് കാഴ്ഡി വരാസോവണി റോഡിലെത്തി കാറ് നിർത്തുന്നത്. എന്നിട്ട്
ബ്ലേഡ് ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ തുരുതരാ മുറിവുണ്ടാക്കി. ബലത്തിൽ അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അങ്ങനെ മരണം ഉറപ്പാക്കിയ ശേഷം ആ യുവതിയെ കനാലിൽ തള്ളി. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ആ പീഡനത്തിൻ്റെ പരാതിക്കുമൊപ്പം ഇപ്പോഴിതാ അതേ പെൺകുട്ടിയെ, ഇരയായൊരു പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു അയാൾ. മൂന്നാഴ്ച മുമ്പ് കാണാതായ 2 യുവാക്കളുടെ മൃതദേഹം ഒരു മഠാധിപതിയുടെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിൽ. പ്രതി നരേഷ് നാഥ് ഒളിവിൽ. യുവാക്കളെ കൊന്നത് സഹോദരിയുമായുള്ള മഠാധിപതിയുടെ പ്രണയബന്ധം ചോദ്യം ചെയ്തത്. ഉത്തർപ്രദേശിലെ ബാഗ്പത് ജില്ലയിലെ ലച്ചൌര എന്ന ഗ്രാമമാണ്. ഏകദേശം 3 ആഴ്ചയായി ഈ 2 യുവാക്കളെ കാണാതായിട്ട് എന്നുള്ളൊരു പരാതിയുണ്ട്. ജൂലൈ 25-നാണ് ശരിക്കും ആ 2 ചെറുപ്പക്കാരെ കാണാതാകുന്നത്. ആ ഗ്രാമത്തിലെ തന്നെ, അതായത് ലച്ചൌരയിലെ താമസിക്കുന്ന 25 വയസ്സുള്ള അങ്കിത്, ഒപ്പം 32 വയസ്സുള്ള ഇസ്രാർ, ഈ 2 പേരെയാണ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിച്ചിരുന്നത്. ജൂലൈ 29-ാം തീയതി ചാന്ദ് നഗർ പോലീസ് സ്റ്റേഷനിൽ ഇവരെ കാണാനില്ല എന്നുള്ളൊരു പരാതി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ രൂപീകരിച്ച് അന്വേഷണത്തിൻ്റെ ഭാഗമായി പല തെളിവുകളും ഈ സംഘം ശേഖരിക്കുകയായിരുന്നു. സാങ്കേതിക തെളിവുകൾ, മൊബൈൽ ഫോൺ സിഗ്നൽ, ടവർ ലൊക്കേഷൻ എന്നിവ പരിശോധിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് മഹന്ത് എന്ന് പറയും, അല്ലെങ്കിൽ മഠം, ആ മഠത്തിലെ 2 പേരിലേക്ക് ഒരു അന്വേഷണം എത്തുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആ മഹന്ത് എന്ന് പറഞ്ഞാൽ മഠത്തിലെ അധിപതിയാണ്. അയാളുടെ ശിഷ്യന്മാരാണ് കസ്റ്റഡിയിലായ 2 പേർ. ഇതോടുകൂടി ചുരുളഴിയുകയാണ്. മൃതദേഹങ്ങൾ ഈ മഹന്തായ അല്ലെങ്കിൽ മഠാധിപതിയായിട്ടുള്ള നരേഷ് നാഥിൻ്റെ വളപ്പിൽ കുഴിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസ് ലഭിക്കുകയാണ്. അങ്ങനെ പരിശോധന നടത്തുന്നു. മൃതദേഹങ്ങൾ ആ വളപ്പിൽ നിന്ന് പുറത്തെടുക്കുകയും ചെയ്തു. അഴുകിത്തുടങ്ങിയ നിലയിലായിരുന്നു ആ 2 മൃതശരീരങ്ങളും. മുഖം ഒരു തരത്തിലും മനസ്സിലായിരുന്നില്ല. പക്ഷെ അവരണിഞ്ഞിരുന്ന വസ്ത്രങ്ങളിലൂടെ ബന്ധുക്കൾ അവരെ തിരിച്ചറിഞ്ഞു. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ എൻക്വസ്റ്റ് ഒക്കെ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട 2 യുവാക്കൾക്കും ഈ മഹന്തുമായി അല്ലെങ്കിൽ മഠാധിപതിയുമായി നേരത്തെ തന്നെ പരിചയമുണ്ട്. അങ്കിത്, ഇസ്രാർ, ഈ 2 പേരും സുഹൃത്തുക്കളുമാണ്. മാത്രമല്ല അയൽവാസികളാണ്, തൊട്ട് ചേർന്ന് താമസിക്കുന്നവർ. ഇതിൽ പ്രശ്നം എന്തെന്നാൽ അങ്കിതിൻ്റെ സഹോദരിയുമായി ഈ മഹന്ത് നരേഷ് നാഥ് പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രഹസ്യമായി സൂക്ഷിച്ച ബന്ധമാണ്. ഈ പ്രണയബന്ധത്തെക്കുറിച്ച് ഇവരറിഞ്ഞു. അങ്ങനെ അതേ ചൊല്ലി തർക്കമുണ്ടായിരുന്നു. ഈ വിഷയത്തിലുള്ള തർക്കം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. दिनांक 29 जुलाई 2026 को थाना चांदी नगर में सूचना प्राप्त हुई कि ग्राम लहचौड़ा के रहने वाले 2 युवक लगभग 3 दिन से गुमशुदा हैं, जिस पर तत्काल सुसंगत धाराओं में अभियोग पंजीकृत करके थाना चांदी नगर से आवश्यक पता रसी सुराग रसी हेतु टीमें लगा दी गई। कल दिनांक 12 अगस्त 2026 को थाना चांदी नगर ने इस घटना का सफल अनावरण कर लिया है और तथ्य कुछ इस प्रकार है। इन दोनों युवकों की जान पहचान पास के ही मंदिर के पास रहने वाले एक महंत से हुई थी और ऐसा बताया गया कि इस व्यक्ति का मृतक अंकुर के परिवार में किसी के साथ अवैध संबंध था और इसी के चलते इन दोनों में आपस में विवाद था। दिनांक 25 जुलाई को ही उक्त अभियुक्त ने अपने 2 शिष्यों और बेटे के साथ मिलकर इन दोनों व्यक्तियों की हत्या करके इनको अपने आवासीय परिसर में ही दफन कर दिया था। आवश्यक विधिक कार्रवाई करते हुए दोनों शव का उत्खनन किया गया है और पोस्टमार्टम पंचायतनामा की कार्रवाई की जा रही है। घटना में शामिल 2 अभियुक्त उज्जवल और कृष्णा यादव को गिरफ्तार कर लिया गया है। शेष दोनों अभियुक्तों को भी शीघ्र ही गिरफ्तार कर लिया जाएगा। मौके पर कानून व्यवस्था संबंधी कोई समस्या नहीं है। ജൂലൈ 25-ാം തീയതിയാണ് ഈ 2 പേരും വീട്ടിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിളിൽ ഇറങ്ങുന്നത്. പിന്നീട് അവർ തിരിച്ചു വന്നില്ല എന്നാണ് ഇസ്രാർ എന്ന ഒരു യുവാവിൻ്റെ സഹോദരനായിട്ടുള്ള ഫരീദ് പോലീസിനോട് പറഞ്ഞത്. ജൂലൈ 27-ാം തീയതി ഉച്ചയോടുകൂടി അവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് കുടുംബാംഗങ്ങൾ പോലീസിനെ സമീപിക്കുന്നത്. ഈ മുഖ്യപ്രതി മഹന്തായിട്ടുള്ള
നരേഷ് നാഥ് അയാൾ ഒളിവിലാണ്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. മഠാധിപതിയാണ് ഈ കേസിലെ പ്രതി. സപ്ലൈ വകുപ്പ് ഉദ്യോഗസ്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി. റേഷൻ കാർഡ് അപേക്ഷ പരിഗണിക്കാത്തതിലെ വൈരാഗ്യമെന്ന് ബന്ധുക്കൾ. മരണമൊഴിയിൽ ആക്രമണം നടത്തിയവരുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി യുവാവ്. ഉത്തർപ്രദേശിലെ പ്രതാപ്ഗഡിൽ നിന്നുള്ള വാർത്തയാണിത്. സപ്ലൈ വകുപ്പിൽ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന ആളായിരുന്നു സൗരഭ് വിശ്വകർമ്മ എന്ന 32 വയസ്സുകാരൻ. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടുകൂടി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അയാൾ മടങ്ങുകയാണ്. അപ്പോഴാണ് ഒരു സംഘം വടിയും ഇരുമ്പ് കമ്പി കൊണ്ടും തോക്കുമൊക്കെയായി അതിക്രൂരമായി അയാളെ മർദ്ദിച്ച് അവശനാക്കുന്നത്. ഇയാൾ മരിച്ചു എന്ന് കരുതിയാണ് ആ പ്രതികൾ അവിടെ അയാളെ ഉപേക്ഷിച്ച് കടന്നു കളയുന്നത്. നാട്ടുകാർ ഓടിക്കൂടി. നാട്ടുകാരങ്ങനെ വീട്ടുകാരെ വിവരം അറിയിച്ചു. അങ്ങനെ ആ സ്ഥലത്തെത്തിയ കുടുംബാംഗങ്ങളാണ് അയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ അധിക നേരം അയാൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഡോക്ടർമാരൊടുവിൽ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിച്ചു. ഈ മരിക്കുന്നതിന് തൊട്ടു മുൻപ് മുൻ ബ്ലോക്ക് മേധാവി ഉൾപ്പെടെയുള്ള 6 അക്രമികളുടെ പേര് ആ സൗരഭ് വെളിപ്പെടുത്തി. ദോഗ തിവാരി, അയാളുടെ സഹോദരൻ ബെഡെ തിവാരി, മാത്രമല്ല ഈ ബെഡെ തിവാരിയുടെ മകൻ, ഒപ്പം 10ഓളം പേർ ചേർന്ന് തന്നെ മർദ്ദിച്ചു. അവർ എൻ്റെ കഴുത്തിൽ തോക്കിൻ്റെ പാത്തി കൊണ്ട് ക്രൂരമായി അടിച്ചു. എൻ്റെ കാലവർ ഒടിച്ചു കളഞ്ഞു. ഇങ്ങനെയായിരുന്നു സൗരഭിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകൾ. बड़ा बेटा ने कटाई मारे यहाँ तो पूरा हमारा पैर टूट गया, काम नहीं करता तो नहीं हमको पूछिए हमको यहाँ पर ആ വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻ ബ്ലോക്ക് മേധാവി ഒപ്പം റേഷൻ ഡീലറുമൊക്കെ ആയിട്ടുള്ള ദോഗ തിവാരി ഉൾപ്പെടെ 6 പേർക്കെതിരെയാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. 1 വർഷം മുമ്പ് മാത്രമാണ് ആ സൗരഭ് വിവാഹിതനായിരുന്നത്. ആ സൗരഭിന് 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ. आज रात करीब 9:30-10 बजे के लगभग सूचना प्राप्त हुई कि लीलापुर का रहने वाला सिंधौरा का एक लड़का सौरभ विश्वकर्मा जो है, इसके गांव के कुछ लोगों ने इसको मारा पीटा है, जो घायल अस्पताल हालत में जिला अस्पताल में है। आकर यहाँ पे देखा गया तो पता चला कि वो मृत हो गया है। घर वालों द्वारा अभी तहरीर नहीं दिया गया है। शीघ्र तहरीर प्राप्त करके अभियोग पंजीकृत कर वैधानिक कार्यवाही की जाएगी. സൗരഭിന്റെ മരണത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് നാട്ടിലെങ്ങും. ബന്ധുക്കൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളും തെരുവിലേക്കിറങ്ങി. എൻകൗണ്ടറിലൂടെ പ്രതികളെ വധിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്താണെങ്കിലും കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ആ യുവാവിന്റെ അതിദാരുണമായിട്ടുള്ള കൊലപാതകത്തിൽ. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.
മഴ പെയ്യുന്ന ഒരു സായാഹ്നം, ഹൈവേയിലൂടെ സുഖകരമായ ഒരു യാത്ര. കാറിനുള്ളിൽ നേരിയ സംഗീതം പ്ലേ ചെയ്യുന്നുണ്ട്. മഴത്തുള്ളികൾ വിൻഷീൽഡിൽ വന്ന് പതിക്കുന്ന താളത്തിനൊപ്പം വാഹനം സുഗമമായി മുന്നോട്ട് കുതിക്കുന്നു. പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങളുടെ വാഹനത്തിന്റെ സ്റ്റിയറിംഗ് വല്ലാതെ ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ഒരു കളിപ്പാട്ട കാർ ഓടിക്കുന്നത് പോലെ വളരെ ലാഘവത്തോടെ സ്റ്റിയറിംഗ് തെന്നി മാറുന്നു. ബ്രേക്ക് ചവിട്ടിയാലും വാഹനം നിൽക്കുന്നില്ല. പകരം നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു തെന്നി നീങ്ങലിലേക്ക് വാഹനം വഴിമാറുന്നു. ഏതൊരു വിദഗ്ധനായ ഡ്രൈവറെയും ഭയപ്പെടുത്തുന്ന, ജീവൻ പണയം വെക്കേണ്ടി വരുന്ന ഈ ഭയാനകമായ ചില സെക്കൻഡുകളെയാണ് ഹൈഡ്രോപ്ലേനിംഗ് അഥവാ അക്വാപ്ലേനിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ മഴക്കാല ഡ്രൈവിങ്ങിനെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഈ ശാസ്ത്രീയ പ്രതിഭാസത്തെക്കുറിച്ച് ഓരോ ഡ്രൈവറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നിരത്തുകളിൽ ഒരു വാഹനം മുന്നോട്ട് കുതിക്കുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കൃത്യമായി ബ്രേക്ക് ചെയ്ത് നിർത്താൻ കഴിയുന്നതും സ്റ്റിയറിംഗ് ഉപയോഗിച്ച് വളവുകൾ തിരിയുന്നതുമെല്ലാം വാഹനത്തിന്റെ യാന്ത്രിക സംവിധാനങ്ങളുടെയും എഞ്ചിന്റെയും മാത്രം കഴിവുകൊണ്ടല്ല. ഇതിനെല്ലാം ആധാരം ടയറും റോഡും തമ്മിലുള്ള ഘർഷണം അഥവാ ഫ്രിക്ഷനാണ്. മിനുസമുള്ള ഒരു തറയിൽ എണ്ണയൊഴിച്ചാൽ നമുക്ക് നടക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മുടെ പാദങ്ങളും തറയും തമ്മിലുള്ള ഘർഷണം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഇതേ ഭൗതിക ശാസ്ത്രം തന്നെയാണ് ഹൈഡ്രോപ്ലേനിങ്ങിലും സംഭവിക്കുന്നത്. മഴയത്ത് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വേഗത്തിൽ വരുന്ന വാഹനത്തിന്റെ ടയറിനും റോഡിനുമിടയിൽ ആ വെള്ളം ഒരു നേരിയ പാളിയായി രൂപാന്തരപ്പെടുന്നു. സാധാരണഗതിയിൽ ടയറുകളിലെ ചാലുകൾ അഥവാ ത്രെഡുകൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ഈ വെള്ളത്തെ വെളിയിലേക്ക് തെറിപ്പിച്ച് റോഡുമായുള്ള സമ്പർക്കം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ വേഗത കൂടുമ്പോൾ ഈ പമ്പിംഗ് പ്രക്രിയ പരാജയപ്പെടുകയും കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു. വാഹനത്തിന്റെ വേഗത ഒരു നിശ്ചിത പരിധി കടക്കുമ്പോൾ ടയറുകൾക്ക് പുറന്തള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം അതിനടിയിലേക്ക് ഇരച്ചു കയറുന്നു. വെള്ളം കംപ്രസിബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ അതിമർദ്ദം കാരണം ടയറുകൾ റോഡിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ മുകളിലേക്ക് ഉയർത്തപ്പെടുന്നു. അതായത് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള നിങ്ങളുടെ വാഹനം റോഡിലല്ല, പകരം ഒരു നേരിയ ജലപാളിക്ക് മുകളിലൂടെയാണ് അപ്പോൾ സഞ്ചരിക്കുന്നത്. റോഡുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന ഈ അവസ്ഥയിൽ ബ്രേക്കിങ്ങും സ്റ്റിയറിംഗും ആക്സിലേറ്ററും പൂർണ്ണമായും നിർജീവമാകുന്നു. ഡ്രൈവർക്ക് വാഹനത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും വാഹനം തെന്നിമറിഞ്ഞ് വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൗതിക ശാസ്ത്രത്തിന്റെ ലളിതമായ ഈ നിയമം പലപ്പോഴും ഡ്രൈവർമാർ തിരിച്ചറിയുന്നത് അപകടം സംഭവിക്കുന്ന ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. ഹൈഡ്രോപ്ലേനിങ്ങിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ പലതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാഹനത്തിന്റെ അമിത വേഗത തന്നെയാണ്. മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിന് മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ നിയന്ത്രണം നഷ്ടപ്പെടാം. ഇതിനു പുറമെ ടയറുകളുടെ അവസ്ഥയും വളരെ നിർണായകമാണ്. തേയ്മാനം സംഭവിച്ച ത്രെഡുകളുടെ ആഴം കുറഞ്ഞ ടയറുകൾക്ക് വെള്ളം പുറത്തേക്ക് തെറിപ്പിക്കാനുള്ള പമ്പിംഗ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. പുതിയ ടയറുകൾ സെക്കൻഡിൽ ഗ്യാലൻ കണക്കിന് വെള്ളം പുറന്തള്ളുമ്പോൾ പഴയ ടയറുകൾ ആ വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങാൻ മാത്രമേ ഉപകരിക്കൂ. വാഹനങ്ങളിലെ ടയർ പ്രഷറുമായി ബന്ധപ്പെട്ട് ആളുകൾക്കിടയിലുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയും ഇവിടെ തിരുത്തേണ്ടതുണ്ട്. മഴക്കാലത്ത് ടയറിലെ കാറ്റ് കുറച്ചാൽ റോഡിൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. എന്നാൽ സത്യം നേരെ മറിച്ചാണ്. കാറ്റ് കുറഞ്ഞ ടയറുകളുടെ മധ്യഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുകയും അവിടെ കൂടുതൽ വെള്ളം കെട്ടിനിൽക്കാൻ ഇടയാവുകയും ചെയ്യുന്നത് ഹൈഡ്രോപ്ലേനിംഗ് സാധ്യത 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ കാറ്റില്ലാത്ത ടയറുകൾ വേഗത്തിൽ ജലപാളിക്ക് മുകളിലേക്ക് ഉയർത്തപ്പെടും. കൂടാതെ ഭാരം കുറഞ്ഞ വാഹനങ്ങൾക്ക് ഈ പ്രതിഭാസത്തിന് വിധേയമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആധുനിക വാഹന സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നിട്ടും പ്രകൃതിയുടെ ഈ നിയമത്തിന് മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കുന്നുണ്ട്. ഇന്ന് വിപണിയിലിറങ്ങുന്ന മിക്ക കാറുകളിലും ABS, ഇലക്ട്രോണിക്സ് സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രണയിനി ജീവനൊടുക്കിയതിന് പിന്നാലെ യുവാവ് മരിച്ചു. അസ്വാഭാവികത പരിശോധിച്ച് പോലീസ്. കർണാടകയിലെ ധാർവാഡിൽ നിന്നുള്ളതാണ് ഈ സംഭവം. ധാർവാഡ് താലൂക്കിലെ കോടബാഗി ഗ്രാമവാസിയായിട്ടുള്ള 21-കാരൻ തരുൺ സാഗർ കുരക്കുരി, ആ മരിച്ച യുവാവിൻ്റെ പേര് അത്തരത്തിലാണ്. കാമുകിയായിട്ടുള്ള മേഘ ഗുബണ്ണാവറിൻ്റെ മരണം, ആ വാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ യുവാവിൻ്റെയും ആത്മഹത്യ. ധാർവാഡിലെ ഒരു വാച്ച് കടയിൽ ജീവനക്കാരായിരുന്നു ആ 2 പേരും. ഇവർ തമ്മിൽ പ്രണയത്തിലുമായിരുന്നു. ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ ഈ മേഘയുടെ വീട്ടുകാർ അവരുണ്ടാക്കിയ പ്രശ്നമാണ് ഇതിന് തുടക്കം. പെൺകുട്ടിയുമായി വഴക്കുണ്ടാക്കി, ഫോൺ ഉപയോഗിക്കരുത് എന്ന് ശാഠ്യം പിടിച്ചു. അങ്ങനെ അവളും ആ വീട്ടുകാരും തമ്മിൽ തർക്കമായി.
പ്രത്യേകിച്ചും അവളുടെ സഹോദരനുമായിട്ടുള്ള തർക്കമാണ് രൂക്ഷമായത്. അങ്ങനെ ആ വിഷമത്തിൽ മനം നൊന്താണ് മേഘ ഓഗസ്റ്റ് 12-ാം തീയതി കീടനാശിനി കഴിച്ച് ജീവനൊടുക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ തരുൺ ആകെ തകർന്നു. പിന്നാലെ ധനേശ്വരി നഗറിലുള്ള ഒരു സുഹൃത്തിൻ്റെ PG താമസ സ്ഥലമുണ്ട്, അവിടേക്ക് പോയി. വീട്ടുകാരുടെ ഫോൺ കോളുകൾ അത് തുടർച്ചയായി എടുക്കാതിരുന്ന സാഹചര്യമായപ്പോഴാണ് അന്വേഷണം ആരംഭിക്കുന്നത്. അങ്ങനെ പിറ്റേന്ന് തരുണിനെ ആ PG റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. Consumed poison. Late night, she has succumbed to that poison. She has been declared dead by the hospital. In that respect, in Garak police station limits, based on the complaint given by parents, we have registered in FIR, and further we are undergoing the investigation. Same village, one boy also said. Not in that village. In different area it has happened. It comes to city. As of now, we have received that information. We are finding out the technical connection via technical team, and very soon we will come to it. വിദ്യാഗിരി പോലീസ് സ്ഥലത്തെത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിൽ എന്താണ് സംഭവിച്ചത്, ഈ 2 മരണങ്ങൾ, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെടുത്ത ശാഠ്യം, കർശന നിലപാട് അത് ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമമായ ചർച്ചയുണ്ടായിരുന്നുവെങ്കിൽ ആ 2 ജീവനുകൾ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ടാകും. ഇത്തരം നിഗൂഢതകളുടെ സംഭവങ്ങളുമായി 24 വീണ്ടും നാളെ 20 മണിക്കൂറിൽ. നമസ്കാരം.